ഹലോ ഹായ് വ്യൂസ്, ഞാൻ ഡോക്ടർ പൂജ സിംഗ്. ഇന്നത്തെ വീഡിയോ കായം അല്ലെങ്കിൽ ഹിംഗു എന്ന് പറയുന്ന ഔഷധത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ്. ഹിംഗു അല്ലെങ്കിൽ കായം നമുക്ക് 200 മുതൽ 500 മില്ലിഗ്രാം വരെ ഒരു ദിവസം ഡോസേജ് പറയുന്നുണ്ട്. അത് നമുക്ക് ഒരു പിഞ്ച് അല്ലെങ്കിൽ ഒരു നുള്ളെടുത്തതിന് ശേഷം നമുക്ക് നെയ്യിൽ നന്നായിട്ട് ശുദ്ധീകരണത്തിന് വേണ്ടി നെയ്യിൽ നന്നായിട്ട് വറുത്തതിന് ശേഷം നമുക്കിത് അര ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് 2 നേരമായിട്ട് ആഹാരത്തിന് ശേഷം കഴിക്കുന്നത് ഗ്യാസ് പോലുള്ള കണ്ടീഷൻസിന് വളരെ ഫലപ്രദമാണ്. വയറിൽ ഗ്യാസ് കെട്ടാതിരിക്കാനും അതുപോലെ തന്നെ വയറ് വീർപ്പിനും അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ പോലുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ മലബന്ധം അതുപോലെ തന്നെ അർശസ് ഉള്ളവർക്കൊക്കെ ഇത് വളരെ ഫലപ്രദമാണ്. ഇതുപോലെ കായം നമ്മൾ നെയ്യിൽ വറുത്ത് ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കുന്നത് ഇത് നമുക്ക് മലശോധനയ്ക്കായാലും അതുപോലെ തന്നെ കൃമി ശല്യമുള്ളവർക്കൊക്കെ ഇത് വളരെ ഫലപ്രദമാണ്. കൃമിയുടെ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടാനും അതുപോലെ തന്നെ വയറ്റിന്ന് പോകാത്തവർക്കൊക്കെ ഇത് വളരെ ഫലപ്രദമാണ്. ഇതുപോലെ നമ്മൾ കായപ്പൊടി ഇതുപോലെ കഴിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് IBS പോലുള്ള കണ്ടീഷൻസ് ഉള്ളവർക്ക് ഇത് വളരെ ഫലപ്രദമായി പറയുന്നുണ്ട്. ഇനി നമുക്ക് മറ്റൊരു ഫലപ്രദമായിട്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത് സ്ത്രീകളിലാണ്. സ്ത്രീകളിലുണ്ടാകുന്ന പീരീഡ്സ് സംബന്ധമായിട്ടുള്ള വയറുവേദനയ്ക്കെല്ലാം ഇത് നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് ഇതിനൊക്കെ ഒരു നുള്ളെടുത്തതിന് ശേഷം അര ടീസ്പൂൺ നെയ്യിൽ മിക്സ് ചെയ്ത് നന്നായിട്ട് വറുത്തതിന് ശേഷം മോരിലോ അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളത്തിലോ മിക്സ് ചെയ്ത് കഴിക്കുന്നത് ഇതിൻ്റെ വയറുവേദന പോലുള്ള കണ്ടീഷൻസ് മാറിക്കിട്ടാനും അതുപോലെ തന്നെ നമുക്ക് പീരീഡ്സ് ലേറ്റായിട്ട് വരുന്ന കുട്ടികൾക്ക് നേരത്തെ വരാനുമായിട്ടൊക്കെ സഹായിക്കുന്നതാണ്. ഇത് ഉഷ്ണവീര്യമായിട്ടുള്ള ഒരു മരുന്നായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് പീരീഡ്സ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടാൻ വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ PCOS പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്കും ഇത് വളരെ ഫലപ്രദമാണ്. കുട്ടികളിലും അതുപോലെ തന്നെ മുതിർന്നവരിലും ഉണ്ടാകുന്ന വിരശല്യത്തിന് കായപ്പൊടി നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് ഒരു നുള്ളു കായപ്പൊടി എടുത്തതിന് ശേഷം ഇതുപോലെ നെയ്യിൽ വറുത്തതിന് ശേഷം നമുക്ക് ഇത് അര ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിലോ മോരിലോ മിക്സ് ചെയ്ത് അല്പം ഇന്ദുപ്പും കൂടെ ചേർത്ത് രാത്രി കഴിക്കുന്നത് നമുക്ക് ഇതുപോലെ രാവിലെ മലശോധനയ്ക്കും അതുപോലെ തന്നെ കൃമിയുടെ ശല്യം മാറിക്കിട്ടുന്നതിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഔഷധം തന്നെയാണ് കായപ്പൊടി. ഇത് നമുക്ക് ഒരു ആഴ്ച ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻസ് ഉള്ളവർക്കും അതുപോലെ തന്നെ കിഡ്നി സ്റ്റോൺ വരാൻ സാധ്യതയുള്ളവർക്കൊക്കെ കായപ്പൊടിയുടെ ഉപയോഗം വളരെ ഫലപ്രദമാണ്. ഇതുപോലെ തന്നെ ഒരു നുള്ളു കായപ്പൊടി എടുത്തതിന് ശേഷം നമുക്ക് നെയ്യിൽ വറുത്തതിന് ശേഷം അര ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ ചേർത്ത് നമുക്ക് 2 നേരം കഴിക്കുന്നത് നമുക്ക് ഇതുപോലെ യൂറിനറി ഇൻഫെക്ഷൻസ്, അതായത് മൂത്രത്തിൽ ചൂട് അതുപോലെ തന്നെ ചൊറിച്ചിൽ, നീറ്റൽ ഇതെല്ലാം മാറിക്കിട്ടാനും മൂത്രത്തിൽ കല്ല് വരാൻ സാധ്യതയുള്ളവർക്കൊക്കെ അത് മാറിക്കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് ഇതുപോലെ കായപ്പൊടിയുടെ ഉപയോഗം. അതുപോലെ തന്നെ നമുക്ക് തൊണ്ടവേദന ഉള്ളവർക്കും അതുപോലെ തന്നെ ചുമ, വിട്ടുമാറാത്ത ചുമ, അതുപോലെ തന്നെ കഫം കെട്ടിരിക്കുക ഇതെല്ലാം മാറിക്കിട്ടാനായിട്ട് നമുക്ക് കായപ്പൊടിയുടെ ഉപയോഗം വളരെ ഫലപ്രദമാണ്. ഇത് നമുക്ക് നെയ്യിൽ വറുത്തതിന് ശേഷം ഒരു നുള്ളു കായപ്പൊടി ഇതുപോലെ നെയ്യിൽ വറുത്തതിന് ശേഷം അല്പം തേനുമായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് കഴിക്കുന്നത് വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇത് കായപ്പൊടി നമ്മൾ കഴിക്കുന്നത്, അതായത് ഒരു നുള്ളു കായപ്പൊടി ദിനംതോറും കഴിക്കുന്നത് മൂലം നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ കുറയുന്നതായിട്ടും അതുപോലെ തന്നെ ലിവറിൻ്റെ ഹെൽത്തിന് വളരെ നല്ലതായിരുന്നതായിട്ടും പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഫാറ്റി ലിവർ പോലുള്ള കണ്ടീഷൻസ് മാറിക്കിട്ടാനൊക്കെ വളരെ ഫലപ്രദമാണ് ഇതുപോലെ നമ്മൾ കായപ്പൊടി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇതുപോലെ കായപ്പൊടി നമ്മൾ പല രോഗങ്ങൾക്കും ഔഷധമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഗാർലിക് അല്ലെങ്കിൽ വെളുത്തുള്ളി ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ അധികം വെളുത്തുള്ളി, അധികം ഉള്ളി, അതുപോലുള്ള ഈ ഇഞ്ചി ഇതുപോലുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ ഒഴിവാക്കാൻ നോക്കുക. അതുപോലെ തന്നെ നമുക്ക് അധികം എരി, പുളി, ഉപ്പ് ഇതെല്ലാം ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഇത് നമ്മുടെ കൂടുതൽ ഉഷ്ണവീര്യമായിട്ടുള്ളത് കൊണ്ട് നമുക്ക് മറ്റ് കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. അധികം ഇത് ഒരു ഔഷധമായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചും ഇതുപോലുള്ള കാര്യങ്ങൾ പഥ്യം സ്വീകരിച്ച് വേണം നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്.